ഡോക്ടറെ എനിക്ക് ഇവരെ കൂടെ ജീവിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒരു ലോജിക് ഇല്ലാത്ത ഫാമിലിയാണ് എൻ്റെ ഫാമിലി. ഇവരെ കൂടെ എങ്ങനെ ജീവിക്കും? ഇതെൻ്റെ അച്ഛൻ. ലോജിക് എന്തെന്ന് പോലും അറിഞ്ഞൂടാ. ഇതിൻ്റെ അപ്പുറമാണ് പുള്ളിക്കാരൻ്റെ അച്ഛൻ. അപ്പൊ അച്ഛനിട്ട പേരെന്തരാണെന്ന് അറിയാമോ? ഇല്ല, പറയൂ. ത്രിവിക്രമൻ. ഇത് ത്രിവിക്രമൻ. 1 വിക്രമനും 2 വിക്രമനും എവിടെയാണെന്ന് ഞാൻ വീട് ഫുള്ള് അരിച്ചു പറയി. ഞാൻ കണ്ടില്ല ഒരു തന്നെ. ഓ ശരി ശരി, മനസ്സിലായി. രാമാർജുന് ഇപ്പൊ എത്ര വയസ്സായി? എൻ്റെ മനസ്സിൻ്റെ ആണോ ശരീരത്തിൻ്റെ ആണോ? രണ്ടും പറഞ്ഞോ. മനസ്സിന് 15, ശരീരത്തിന് 20. എത്ര വയസ്സായി? 24. റോങ്. അത് റോങ് ആണ്. ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള സമയം കൂട്ടാൻ പാടില്ല. ഉറക്കമെന്ന് പറയണത് മരണതുല്യമായ സമയമാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ചുമ്മാ കാര്യം പറയട്ടെ. ആ സമയം കൂട്ടാൻ പാടില്ല. അത് കൂട്ടിയാൽ കണക്ക് തെറ്റും. കണക്ക് തെറ്റിയാൽ ഭൂഗോളത്തിന്റെ സ്പന്ദനം വരെ തെറ്റും. അതറിയാലോ? കറക്റ്റ്. കണ്ടുപടി. ഡോക്ടറിന് കാര്യം മനസ്സിലായി. ഞാനൊരു 5 മിനിറ്റ് സംസാരിച്ചേ ഉള്ളൂ. നിങ്ങളിങ്ങനെ നാടാ. ഇനി കുറച്ച് നേരം രാമാർജുൻ സംസാരിക്കണം. അച്ഛൻ സംസാരിക്കട്ടെ. ഉറക്കം എങ്ങനെയൊക്കെ ഉണ്ട്? ഡോക്ടറെ ഉറക്കം കുറവാണ്, മാത്രമല്ല ഭയങ്കര സംസാരവും. ആശാനെ അച്ഛൻ്റെ അടുത്തൊന്ന് പറ ആശാനെ. ആ ലോജിക്കിന്റെ കാര്യം ഒന്ന് ക്ലിയർ ചെയ്യേ. ഞാൻ പറഞ്ഞറിയ എൻ്റെ തൊണ്ടയിലെ വെള്ളം മാറ്റി. രാമാർജുന്റെ ഫയൽ ഓപ്പൺ ആണ്. ഇതവിടെ വെച്ചിട്ട് അതും കൂടെ എടുക്കും. അച്ഛൻ സാഡായിട്ടിരിക്കുന്നു. ഫീലായ അച്ഛൻ ലോജിക്കലി തിങ്ക് ചെയ്താൽ മാറാവുന്ന പ്രശ്നമേ അച്ഛനുള്ളൂ. അച്ഛൻ വിഷമിക്കണ്ട. അച്ഛൻ്റെ എല്ലാ അസുഖം മാറും. ഈ ഡോക്ടർ ആളും എടുക്കണം. ഹലോ ഹലോ, എന്താ മോളെ? അച്ഛാ, ഞാൻ മോനെയും കൊണ്ട് വാക്സിൻ എടുക്കാൻ പോയിരുന്നു. അച്ഛാ, അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതാ അപ്പൊ വിളിക്കാൻ പറ്റാത്തതേ. മോളെ, പിന്നെ നീ നമ്മുടെ രാജീവനെ അറിയോ? നമ്മുടെ സുശീലും മാമയുടെ മോൻ. അവന്റെ അളിയും പോലീസിലാ. ഞാൻ പുഷ്പരാജന്റെ കാര്യം അവനോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ പേടിക്കണ്ട, അവര് കണ്ടുപിടിച്ചോളൂ. അച്ഛാ, പുഷ്പേട്ടൻ വന്നച്ചാ. ഞാൻ അത് പറയാൻ വേണ്ടിട്ടാണ് വിളിച്ചത്. എപ്പോ വന്നു? രാവിലെ വന്ന്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വരുമെന്ന്. ഇവൻ എവിടെ പോയിരുന്നു? അച്ഛാ, ഞാൻ വിളിക്കാമേ. ഞാൻ പെട്ടെന്ന് വീട്ടിലെത്തിക്കോട്ടെ. മോനെ ഒറ്റയ്ക്കാ. ശരി. അംബുലൻസ്. ഇനിയിപ്പോ കുറച്ചാളും കൂടെ അല്ലേ ഉള്ളൂ. സിസ്റ്റർ വേറെ ജോലി നോക്കാൻ തുടങ്ങിയോ? നോക്കണം. സിസ്റ്ററിന് ജോലി കിട്ടും. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ. വീട്ടില് ആരും സംസാരിക്കാനും പറയാനോ ഒന്നും ഇല്ലാത്തപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും. ഞാൻ ഇടയ്ക്കൊന്ന് ഫോൺ ചെയ്താൽ ഡിസ്റ്റർബൻസ് ആവോ? അതിനെന്താ, അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. വിളിക്കണം. രാജി സിസ്റ്ററിൻ്റെ ഡ്യൂട്ടി ടൈം കഴിയാറായി. അപ്പം ഞാൻ പതുക്കെ ഇറങ്ങാം. ഞാൻ 2 ദിവസമായിട്ടൊരു സാധനം തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എന്താ? എനിക്കാണോ? തുറന്നോക്ക്. അയ്യോ, എന്തിനാ സിസ്റ്റർ ഇതൊക്കെ? വെച്ചോക്ക്. കൊള്ളാമോ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഞാൻ ഇറങ്ങാം. ആ
എടാ രവി, എന്താ അമ്മേ? റീന മോള് കുറച്ച് ദിവസമായിട്ട് ആഹാരമൊന്നും കഴിക്കുന്നേ ഇല്ല. അവളുടെ ചിരിയും കളിയും ഒന്നും കാണാനേ ഇല്ല. നീ ശ്രദ്ധിച്ചായിരുന്നോ? അമ്മ അത് അവള് ഈ പരീക്ഷയുടെ സമയത്ത് സ്ഥിരം ഉള്ളതല്ലേ. ഊണുമില്ല, ഉറക്കവും ഇല്ല. എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. അമ്മ അത് കാര്യമാക്കണ്ട. ഇന്ന് അവളുടെ സ്കൂളിൽ മോഡൽ പരീക്ഷയായിരുന്നു. പരീക്ഷയ്ക്ക് പോലും പോയിട്ടില്ല. ഒരേ കിടപ്പായിരുന്നു. എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റിയാവോ? നീ ഒന്ന് ചോദിച്ചേ. ആ. മോളെ, ഈ സമയത്ത് എന്തിനാ കിടക്കുന്നേ? മോളൊന്ന് എഴുന്നേറ്റേ. ഇങ്ങനെ നീ ഒന്ന് കിടക്കല്ലേ. എഴുന്നേറ്റേ. അച്ഛൻ വിളിക്കുന്നതല്ലേ, ഒന്ന് എഴുന്നേൽക്ക്. ആ, എന്താ മൂക്ക് പറ്റിയ? പനിയൊന്നുമില്ലല്ലോ. ഡോക്ടറെ വല്ലതും കാണണോ? ആ? എന്താ എക്സാം എഴുതാൻ പോവാത്തെ? അമ്മ ഒരു ചായ എടുക്ക്. മോളെ, കയ്യിലേക്ക് എന്താ പാട്? മോക്കെന്താ പറ്റിയത്? അച്ഛൻ്റെ അടുത്ത് പറ. മോളെന്തിനാ കരയുന്നേ? മോളെ, നീ ചായ കുടിക്ക്. രവി, മോൾ എന്തിനെങ്ങനെ കരയുന്നേ? അവൾക്ക് എന്ത് പറ്റിയതാ? ഒന്നുമില്ലമ്മ, അവള് പരീക്ഷയുടെ ഒക്കെ കാര്യം ഓർത്ത് പേടിച്ച. അമ്മൂമ്മയുടെ പൊന്നു മോള് വിഷമിക്കണ്ട. മോളെ മിടുക്കിയല്ലേ. ഇങ്ങനെ അങ്ങ് ഭയന്നാലോ?